ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഷണ്ടിയുള്ള ആൾക്കാർക്ക് പോലും തലമുടി പൊടിക്കത്തക്ക ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു കുപ്പി, അതായത് ഒരു കുപ്പി എടുക്കുക. അതിനുശേഷം കുറച്ച് കടുകെണ്ണ എടുക്കുക. കടുകെണ്ണ എടുത്തതിന് ശേഷം ഈ ഒരു കപ്പ് കടുകെണ്ണ, അതായത് ഒരു കപ്പ് കടുകെണ്ണയിൽ മൈലാഞ്ചി ഇലയിട്ട് കാച്ചി കുപ്പിയിലാക്കി ദിവസവും തലയിൽ തേക്കുകയാണെങ്കിൽ ഒരു മുടി പോലും തൊഴിയത്തില്ല. മുടി വളർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ചെയ്ത് നോക്കുക. അതുപോലെ അര കപ്പ് തോടുള്ള ഉഴുന്ന് എടുക്കുക. അതിൽ 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കുക. ഇതിനെ തരിയായിട്ട് പൊടിച്ചതിന് ശേഷം ഈ പൊടിയിലേക്ക് ഒരു അര കപ്പ് തൈര് കൂടി ചേർത്ത് തലയിൽ പുരട്ടി മസാജ് ചെയ്യുക. ഒരു 2 മണിക്കൂറിന് ശേഷം എന്ത് ചെയ്യണം? കഴുകിക്കളയുക. തലമുടി വളരാനായിട്ട് ഏറ്റവും നല്ലൊരു ടിപ്സാണ്. ഇനി പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, മല്ലിയിലയുടെ നീര് തലയിൽ പുരട്ടുന്നത് മുടി കൊഴിച്ചിൽ തടയാൻ വളരെ നല്ലതാണ്. മല്ലിയില നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ അറിയായിരിക്കും. അതുപോലെ സവാള മുറിച്ചതിന് ശേഷം അത് തലയോട്ടിയിൽ മസാജ് ചെയ്ത് കൊടുത്താൽ ഒന്ന് റെഡിഷ് കളർ വരും. തലയോട്ടിക്ക് വരുന്ന ആ ഒരു രീതി വരെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നല്ല പോലെ എടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് തല മുറിക്കുകയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് റെഡിഷിൻ്റെ ഒരു ശക്കലം കളർ വരുന്നവരെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഷണ്ടിയുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ നാരങ്ങയുടെ കുരുവും കുരുമുളകും തുല്യ അളവിൽ ഒന്നിച്ചെടുത്ത ശേഷം ഇതിനെ വെള്ളത്തിൽ കുഴച്ച് തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു ടിപ്സാണ്. നാരങ്ങയുടെ കുരുവും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ഇതും കൂടെ തുല്യ അളവിലെടുക്കണം. എടുത്തതിന് ശേഷം ഇത് എന്ത് ചെയ്യണം? കുഴച്ച് നല്ലതുപോലെ പൊടിച്ച് ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ച് കുഴച്ചെടുക്കുക. എന്നിട്ടത് തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇനിയൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഇളം ചൂടുള്ള ഒലിവെണ്ണ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിൽ തേൻ 1 സ്പൂൺ എടുക്കുക. ഇളം ചൂട് ഒലിവെണ്ണ എടുക്കുക. തേൻ എടുക്കുക 1 സ്പൂണ്. ഇനി കറുവപ്പട്ടപ്പൊടി നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾ ചിക്കനിലൊക്കെ എല്ലാ മസാലക്കൂട്ടുകളിലും കിടക്കുന്ന ഒരു സംഭവമാണ്. ഇത് എല്ലാം കൂടി പൊടിച്ചെടുത്തതിന് ശേഷം ഇതിനെ മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി കുളിക്കുന്നതിനൊരു 10 മിനിറ്റ് മുന്നേ തലയിൽ തേച്ച്, കുളിക്കുന്നതിനൊരു 10-15 മിനിറ്റ് മുന്നേ തലയിൽ തേച്ച് നല്ല ഭംഗിയായിട്ട് തലയിൽ തേച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? വാഷ് ചെയ്ത് കളയണം. ഇനി ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ത്രിഫല എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അതായത് അങ്ങാടിക്കടയിലെല്ലാം കിട്ടുന്നൊരു നല്ലൊരു സാധനമാണ്. കുറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ത്രിഫലയുടെ ഗുണം എന്തൊക്കെയാണെന്ന്. അപ്പം ആധികാരികമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ത്രിഫല എടുക്കുക. ത്രിഫല എടുത്ത ശേഷം എന്ത് ചെയ്യണം? ത്രിഫല നമുക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് പറഞ്ഞായിരുന്നു. ഈ ത്രിഫല തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ത്രിഫലയുടെ പൊടി, അതുപോലെ തന്നെ കറ്റാർവാഴയുടെ നീരോ അങ്ങനെ ഏതെങ്കിലും ഒരു ജെല്ല് കൂടി, അതായത് കറ്റാർവാഴയുടേതാണ് നമുക്ക് ജെല്ല്, അല്ലെങ്കിൽ വൈറ്റമിൻ ഇ വേണ്ട. കറ്റാർവാഴയുടെ ജെല്ലിൽ ഈ ത്രിഫലയുടെ പൊടിയും കൂടി മിക്സ് ചെയ്ത ശേഷം ഒരു 3 മാസം തുടർച്ചയായിട്ട് നിങ്ങൾ മുടിയിൽ പുരട്ടിയാൽ എന്ത് ചെയ്യും? കുത്തിയ മുടി നല്ല ഭംഗിയായിട്ട് കിളിർക്കും. അപ്പം നിങ്ങൾക്ക് ഈ ടിപ്സുകളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നാളെ പുതിയ ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.